അപ്പൊ നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത് ഒരു വെള്ള ഫ്രോക്ക്. ഇത് അളവാണ്. ഈ അളവിനനുസരിച്ച് ഒരു ഫ്രോക്ക് അടിച്ചു കൊടുക്കാനാണ് എന്റെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് അതിന്റെ അളവ് ആദ്യം കാണിച്ചത്. അളവ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഫ്രോക്കിന് ടേബിളിൽ ഇങ്ങനെ കിടത്തിയിടുക. എന്നിട്ട് നമ്മള് അതിന്റെ മൊത്തം ഇറക്കം നോക്കുക. ഉള്ളിറക്കം ഇതിന്റെ 1 ഇഞ്ച് ഇറക്കം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു 26 ഉണ്ടത് 25 ഇഞ്ച് ഇറക്കം മതി. 1 ഇഞ്ച് കുറച്ച് 25 ലെങ്ത് എടുക്കുക. ഇനി ഇതിന്റെ ചുറ്റളവ് ചെസ്റ്റ് എന്ന് പറയുന്നത് ബോഡി ഇറക്കം നോക്കുക. ബോഡി ഇറക്കത്തിൽ 9 ആണ്. അപ്പൊ അതിനെ കൊടുക്കുക. 9 ഇഞ്ച് ബോഡി ഇറക്കം, അതായത് യോക്ക് എന്ന് പറയുന്ന സംഭവം. യോക്ക് 9. ഇനി ചെസ്റ്റിന്റെ വളവ് നോക്കുക. അത് വൺ സൈഡാണ്. ചുറ്റിയെടുക്കണമെന്നില്ല. ചുറ്റിയെടുക്കുമ്പോൾ റൗണ്ട് ചെയ്തെടുക്കണം. അപ്പൊ 1 ഇഞ്ച് ലൂസ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 12 ആണ്. അപ്പൊ നമുക്ക് 11.5 മതി. 11 23 വരും. 23 അതിന്റെ വൺ സൈഡ് 11. അതാണ് നമ്മളെ ലൂസ്. ചുറ്റളവിന്റെ ലൂസ് വൺ സൈഡിൽ വന്നത്. ഈ ബോഡി പാർട്ട് 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന്റെ ചുറ്റളവിന്റെ പാതി വൺ സൈഡ് നോക്കുക. 11 ആണ്. 10.5 മതി. 10 വൺ സൈഡ്. ഇനി ഷോൾഡർ കാലിന്റെ അവിടെ നിന്ന് ഇതാണ് ഷോൾഡർ എടുക്കേണ്ടത്. ചിലർ ഇങ്ങനെ എടുക്കും. ശരിക്ക് ഷോൾഡറിന്റെ അളവ്. ഷോൾഡറിന്റെ അളവ് ഇങ്ങനെ തന്നെ എടുക്കണം. 8 ഇഞ്ച് ഷോൾഡർ. അപ്പൊ 8 ഇഞ്ച് ഷോൾഡർ നമ്മൾ എഴുതി. ഇനി കഴുത്ത് നോക്കുക. കഴുത്തിന്റെ അളവ് നേരെ ഷോൾഡറിന്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയാൽ മതി. 2.5 ഇഞ്ച്. അപ്പൊ ആ 2.5 ഇഞ്ചിന്റെ ബാക്കും കൊടുക്കുക. നെക്ക് 2.5 ഇഞ്ച് നെക്ക് വരും. അപ്പോ ഏകദേശം അളവ്. ഇനി റിഗാൾ ഇതാ നേരെ ഷോൾഡറിന്റെ അവിടെ തന്നെ. കൈ സ്ലീവ് വരുന്നില്ല, കൈ വേണ്ട. അപ്പൊ റിഗാളിന്റെ അളവ് നോക്കുക. ഇത് 11 വരുമ്പോ 10 5 10 ഇഞ്ച് 11 ഇഞ്ചാണ് റിഗാൾ. അപ്പൊ ഇതിന് 10 മതി. 10 ഇഞ്ച് റിഗാള്. അപ്പൊ ഏകദേശം അളവ് കഴിഞ്ഞു. അളവ് മനസ്സിലാക്കി ഇറക്കെടുക്കുക. ബോഡി എടുക്കുക. പുറത്തെ മത്സ്യം എടുക്കുക. ഷോൾഡർ എടുക്കുക. കഴുത്ത് നോക്കുക. കഴുത്തെടുക്കുക. അപ്പൊ കട്ടിങ് കഴിഞ്ഞു. കട്ടിങ് അല്ല, അളവ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കട്ടിങ് ആണ് അടുത്ത വീഡിയോ. കട്ടിങ് അളവ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി. അളവ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.